ഹലോ ഗായ്സ്, അപ്പോൾ അയ്യൂടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ NCERTയുടെ ഹൂ ഐ ആം എന്നുള്ളതിൻ്റെ പാർട്ട് 1 ആണ്. അതിലത്തെ മെനി വോയിസസ് എന്നുള്ള പാർട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ആൾ രാധയാണ്. അപ്പോൾ നമുക്ക് രാധയുടെ സ്വഭാവം നോക്കാം. രാധയുടെ ഫേവറേറ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ക്ലൈമ്പിങ് ട്രീസ് ആണ്. പിന്നെ ഇവിടെ ഒരു കൊച്ചുണ്ട്. ആ കൊച്ച് എപ്പോഴും ഇങ്ങനെ വരുന്നതാണ്. ആ കൊച്ചിന് നമുക്കിപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ചെറിയ കട്ട് നമുക്ക് വേണം ആ കൊച്ചിന് പറഞ്ഞ് മനസ്സിലാക്കാൻ. ഞാനൊരു കട്ടെടുക്കാം. അവരുടെ വീട്ടിലുള്ള മാവ്, അവരുടെ വീടിന് തൊട്ട് മുന്നിലുള്ള ഒരു മാവ് കയറുന്നതായിരുന്നു രാധയ്ക്ക് ഏറ്റവും ഇഷ്ടം. അതിൻ്റെ ചില്ലകൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് വിടർന്ന് പൊങ്ങി നിൽക്കുന്ന ചില്ലകളായിരുന്നു. പിന്നെ ആ ചില്ലകളും കംഫർട്ടബിളായിട്ട് ഇരിക്കാനൊക്കെ പറ്റുമായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ കംഫർട്ടബിളായിട്ടല്ല ഇരിക്കുന്നത്. നമ്മളുടെ ഇവിടെ സ്റ്റുഡിയോ പോലുള്ള കാര്യങ്ങളൊന്നും നമുക്കിപ്പോൾ ഇവിടെ ഇല്ല നിലവിൽ. കാരണം സ്റ്റുഡിയോ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് വേണമല്ലോ. കാരണം ഞങ്ങൾ തുടങ്ങുന്നത് കൊണ്ട് ഞങ്ങൾക്കൊരു ലാഭവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്കൊരു 100 സബ്സ്ക്രൈബറെങ്കിലും മിനിമം എത്തണം. സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് അപ്പം രാധയുടെ അമ്മ എപ്പോഴും പറയും, പെൺകുട്ടികൾ മരം കയറുന്നത് ഒട്ടും നല്ലതല്ല അമ്മ. പക്ഷേ ഒരു വൈകുന്നേരം അമ്മയും കൂടെ കയറാൻ തീരുമാനിച്ചു. എന്നിട്ട് 2 പേരും ആ മരത്തിൻ്റെ ചില്ലയിൽ കയറിയിരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ട് പച്ചമാങ്ങ കഴിച്ചിട്ടിരുന്നു. ഈ രാധയ്ക്ക് ഉയരത്തിൽ നിൽക്കുമ്പോൾ രാധയുടെ വിചാരം രാധയ്ക്ക് ലോകം തന്നെ ഭരിക്കാം, അതായത് ലോകത്തിൻ്റെ മഹാറാണിയായിട്ടുള്ള ഒരു വിചാരമാണ്. ഈ പഠിത്തം നമ്മൾ ചെയ്യാൻ പോകുന്നത് നസീർ എന്ന് പറയുന്നൊരു കൊച്ചിനെ കുറിച്ചാണ്. നസീറിന് വലുതാകുമ്പോൾ ഒരു സീഡ് കളക്ടർ, അതായത് വിത്ത് ശേഖരിക്കുന്ന ആണെന്നാണ് വിചാരം. അപ്പം അതായത് അതിനും അവർക്ക് കോട്ടൺ ഫീൽഡ് ഉണ്ട്. അതായത് ഈ കോട്ടണൊക്കെ കൃഷി ചെയ്തെടുക്കുന്ന ഫീൽഡുണ്ട്. പിന്നെ ഒരു ഗ്രാമുണ്ട്. പിന്നെ എല്ലാ വർഷവും അവൻ്റെ അച്ഛൻ ഒരുപാട് കാശ് കൊടുത്ത് പുതിയ കോട്ടൺ ചെടികൾ വാങ്ങാനുള്ള വിത്തുകൾ എടുക്കും. പിന്നെ അവൻ്റെ മുത്തച്ഛൻ എപ്പോഴും പറയും, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് ഈ കോട്ടൺ ചെടികളിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് ഈ വിത്തുകൾ എടുക്കാമായിരുന്നു എന്ന് പറയും. എന്നിട്ട് പിന്നെ അത് തന്നെ നട്ടിട്ട് നമുക്ക് തന്നെ വീണ്ടും അത് എടുക്കാം അടുത്ത വർഷത്തേക്ക്. പക്ഷെ ഇപ്പം അത് പറ്റൂല. ഇപ്പം നമുക്ക് കാശ് കൊടുത്ത് പുതിയ വിത്തുകൾ എല്ലാ വർഷവും വാങ്ങേണ്ട ഒരു അവസ്ഥയാണ്. പിന്നെ അതെന്തുകൊണ്ടാണ്? എനിക്ക് അതേപോലെ വിത്തുകളെ സൂക്ഷിച്ച് വെച്ച് പിന്നെ വീണ്ടും ഉപയോഗിക്കണം, അങ്ങനെ കാശ് ചിലവാക്കണ്ട എന്നാണ് നസീർ തീരുമാനിക്കുന്നത്. പിന്നെ നമ്മളുടെ ചൂട് കൂടി വരാം കേട്ടോ. നസീറിനെ പോലെയുള്ള നല്ല മനസ്സുള്ള ആളുകൾക്ക് മാത്രമാണ് ഇനി നമ്മളുടെ ഈ ഭൂമിയെ രക്ഷിക്കാൻ പറ്റുള്ളൂ. കാരണം ഇപ്പം ചൂട് കൂടി വരികയാണ്. നമ്മളുടെ ഈ ഭൂമിയിൽ ഏതാണ്ട് 60,000 ബില്യൺ മരങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ 40,000 ബില്യൺ ചെടികൾ മാത്രമേ ഉള്ളൂ. നമ്മളുടെ ഗവൺമെൻറ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി 20,000 ബില്യൺ മരങ്ങൾ നട്ടുപിടിപ്പിക്കാനുള്ള ഒരു പദ്ധതിയും കൂടി ഇട്ടായിരുന്നു. അത് നമ്മൾക്കൊന്നും അറിഞ്ഞില്ലായിരുന്നു. പക്ഷെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിരുന്നു. പിന്നെ 80,000 മില്യൺ ചെടികൾ നട്ടുപിടിപ്പിക്കാനുള്ള പദ്ധതിയും ഇതായിരുന്നു. ഇതെല്ലാം സർക്കാരിന് സ്ഥലമില്ലാണ്ട് വന്നപ്പോൾ സർക്കാർ സ്ഥലം വാങ്ങുകയും ചെയ്തിട്ടാണ് ഇത് ചെയ്തത്. പിന്നെ ഇപ്പം നമുക്ക് അടുത്തതിലോട്ട് പോകണ്ടേ. ഇനി നമുക്കുണ്ട് കുറച്ചും കൂടെ ആളുകൾ. രോഹിത് വിചാരിക്കുന്നത് രോഹിത്തിനൊരു ഒരു വലിയൊരു എമൗണ്ട് ഓഫ് തുക ഉണ്ടായിരുന്നെങ്കിൽ അവനെപ്പോഴും ലോകം ചുറ്റി നടക്കും. എനിക്ക് ന്യൂസിലൻഡിലത്തെ ഒരുപാട് മലനിരകൾ കാണണം. കാരണം അതിങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഒരു മാഗസിൻ പിക്ചറിന് കണ്ടതാണ്. അതിങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഇപ്പം കൊച്ചുങ്ങളൊന്നും മാഗസിൻ പിക്ചർ ഇല്ല. എപ്പോഴും ഞാൻ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബിലാണ്. യൂട്യൂബ്, TV, മൊബൈൽ ഗെയിംസ്, വീഡിയോ ഗെയിംസ്, ഫുട്ബോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എപ്പോഴും എൻഗേജ്ഡാണ്.
സ്കൂളിൽ നിന്ന് കിട്ടുന്ന പുസ്തകങ്ങളും സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഹോംവർക്കും അല്ലാതെ കുട്ടികളൊന്നും ഞാൻ പഠിക്കുന്നില്ല. പിന്നെ വിചാരിച്ചു എനിക്ക് ആമസോൺ റിവറിന് ഒരു ബോട്ടും വെച്ച് കടക്കണം, അങ്ങനെ സെയിൽ ചെയ്ത് കടക്കണം. എനിക്ക് റാഫ്റ്റ് സെയിൽ ചെയ്ത് കിടക്കണം. പിന്നെ എനിക്ക് ലക്ഷദ്വീപിലത്തെ ബീച്ചുകളൊക്കെ ഒന്ന് കാണണം. പിന്നെ എനിക്ക് അവിടുത്തെ കോറലുകളൊക്കെ കാണണം. പിന്നെ എനിക്ക് കൊണാർക്ക് ടെമ്പിൾ വേണം, ഒറീസയിലുള്ള കൊണാർക്ക് ടെമ്പിൾ ഒന്ന് കാണണം. പിന്നെ ബെൽജിയം, ചൈനയെ കാണണം. പിന്നെ പിരമിഡ്, ഈജിപ്തിലത്തെ പിരമിഡുകളും കാണണം. പക്ഷേ ഞാൻ ശരിക്കും എനിക്കിഷ്ടം നേച്ചർ കാണുന്നതാണ്. ഈ പഴയ ബിൽഡിങ്സിനേക്കാൾ കൂടുതൽ എനിക്ക് കുറച്ച് നമ്മുടെ പ്രകൃതിയെ കാണുന്നതാണ്. ഇതാണിപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ സ്വന്തം പ്രകൃതിയെ കാണിക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ ഇനി അടുത്തത് സർജിത്താണ്. സർജിത്ത് എന്ന് പറഞ്ഞൊരു കൊച്ചാണ് സർജിത്ത്. അവനെപ്പോഴും എന്താ ദേഷ്യം വരുത്തണേന്നറിയും. അവന് വിശ്വസിക്കില്ല. അവനെപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ടീച്ചർമാരുടെ അടുത്ത് എനിക്കെൻ്റെ ഹോംവർക്ക് ചെയ്യാൻ പറ്റിയില്ല കാരണം രവി എൻ്റെ ബുക്ക് കടം വാങ്ങി അങ്ങനെ പറഞ്ഞാലും, പിന്നെ അത് തിരിച്ചു തരാൻ മറന്നുപോയി അങ്ങനെ പറഞ്ഞാലും, അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് അത് ഞാനല്ലായിരുന്നു, എൻ്റെ കുഞ്ഞനിയനായിരുന്നു അടി തുടങ്ങിയത് എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ ഇപ്പോൾ ടീച്ചറിൻ്റെ അടുത്ത് ഞാൻ ശരിക്കും പഠിച്ചായിരുന്നു, എങ്ങനെയായാലും എനിക്ക് കുറച്ച് മാർക്കാണ് കിട്ടിയുള്ളൂ എങ്കിലും അവരെല്ലാം നോക്കുന്നത് സബ്ജക്റ്റ് കള്ളം പറയാണെന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. പിന്നെ സർജിത്തിന് അവൻ്റെ മുഖം കാണുമ്പോൾ സർജിത്തിനും ഭയങ്കരമായിട്ട് ദേഷ്യം വരും. ചില സമയത്ത് സർജിത്ത് അവൻ്റെ ഷൂസിലോട്ട് നോക്കി 1 തൊട്ട് 10 വരെ എണ്ണായിരുന്നു. അങ്ങനെയാണ് അവരുടെ നാട്ടിൽ എനിക്കൊരു ദേഷ്യവുമില്ല എന്ന് കാണിക്കുന്നത്. പിന്നെ ഞാൻ അടുത്തത് ഡോൾമയാണ്. ഡോൾമയ്ക്ക് വലുതാവുമ്പോൾ എനിക്ക് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആവണമെന്നാണ് ആഗ്രഹം. ഞാൻ ഇപ്പം അങ്ങനെ പറഞ്ഞാലും ആളുകളൊക്കെ എന്നെ ചിരിക്കുമെന്നാണ് ഈ ഡോൾമ പറയുന്നത്. അപ്പം ഞാനൊരു വിക്രം ചേട്ടനുണ്ട്, ഞങ്ങളുടെ എനിക്ക് തൊട്ടുള്ള വിക്രം ചേട്ടൻ ഒരു പശുവിനൊക്കെ ഉണ്ടായതാണ്. പക്ഷേ എല്ലാവരും, എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവരും ചോദിക്കും, നീ ഈ സ്കൂളിൻ്റെ എല്ലാത്തിൻ്റെയും പ്രശ്നങ്ങളൊക്കെ തീർക്കുമെന്ന് ടീച്ചർമാർക്ക് എല്ലാവർക്കും വിശ്വാസമുണ്ട്. പിന്നെ ഈ സ്കൂളിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പിന്നെ അതെല്ലാം ഡോൾമ നടത്തി തരും എന്നുള്ളൊരു വിശ്വാസം ടീച്ചറിനുണ്ട്. പിന്നെ ഈ ഡോൾമയ്ക്ക് എല്ലാവർക്കും നല്ലത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരുപാട് ഹോസ്പിറ്റലുകളും റോഡും സ്കൂളൊക്കെ പണിയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡോൾമയ്ക്ക് ഉറപ്പ് വരുത്തണം, അതായത് ഇവിടെ ഇന്ത്യയിൽ ഭാരതത്തിൽ ഒരുപാട് നല്ല സയൻറ്റിസ്റ്റുകളുണ്ട്. ഈ മരുന്നുകളൊക്കെ കണ്ടുപിടിക്കാൻ. പിന്നെ സ്പേസ്ഷിപ്പ് ഇപ്പോൾ മാർസ് കോളനൈസേഷൻ എന്ന് പറയുന്നത് രാജ്യങ്ങൾ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് മാർസ് കോളനൈസേഷൻ നടത്താൻ വേണ്ടിയിട്ട്. അപ്പം ഇനിയിപ്പോൾ നമ്മളുടെ അടുത്ത കണ്ടസ്റ്റന്റ് പീറ്ററാണ്. പീറ്ററിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ദിവസം എന്ന് പറയുന്നത് സെക്കൻഡ് സൺഡേ ആണ്. എല്ലാ മാസത്തെ സെക്കൻഡ് സൺഡേ. ഈ ദിവസം അവരുടെ മൊത്തം ഫാമിലിയും ഒരു സിനിമ കാണാൻ വേണ്ടി പോകും. അവൻ്റെ അച്ഛൻ ടിക്കറ്റൊക്കെ എടുക്കും. എല്ലാവർക്കും വേണ്ടി ടിക്കറ്റ് നേരത്തെ തന്നെ എടുത്തു വയ്ക്കും. അവൻ്റെ മുത്തശ്ശിയും അച്ഛനും അമ്മയും പിന്നെ അവൻ്റെ 2 ബ്രദേഴ്സും ഇവരെല്ലാം ബസ് പിടിച്ച്, അന്നത്തെ കാലത്തൊക്കെ ബസ് പിടിച്ച് പോയിട്ട് ഇൻ്റർവെല്ലിന് അവൻ്റെ അച്ഛൻ പീനട്ട്സ് ഒക്കെ വാങ്ങിക്കൊണ്ട് വരും. അന്നത്തെ കാലത്ത് പീനട്ട്സാണ്, ഇപ്പോഴത്തെ പോലെ പോപ്കോണൊന്നുമില്ല. അപ്പം പീനട്ട്സൊക്കെ വാങ്ങിക്കൊണ്ട്, അന്ന് ഭാരതം ഒരു പാവപ്പെട്ട രാജ്യമായിരുന്നു. ഈ നരേന്ദ്രമോദി സർക്കാർ വന്നേ പിന്നെ നമ്മുടെ ഭാരതത്തിന് ഒരുപാട് വികസനങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം 40,000 മില്യൺ രൂപ ചിലവാക്കി ഈ രാജ്യ വികസനങ്ങൾക്ക് വേണ്ടിയിട്ട്. 40,000 മില്യൺ രൂപ ചിലവാക്കി
ഇവിടെ ഒരു കൊച്ചുണ്ട്. ആ കൊച്ച് എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻട്രപ്ഷൻ എപ്പോഴും ഉണ്ടാക്കും. പിന്നെ ഞങ്ങളുടെ പീറ്ററിഞ്ഞ് ആ സിനിമ തിയേറ്ററിലത്തെ ഇരുട്ട്, നിങ്ങളുടെ എല്ലാ വീഡിയോസിലും ഉണ്ടാവാറുണ്ടല്ലോ ഈ ഒരു ബേബി ന്യൂസ്. അപ്പം ആ ബേബി എപ്പോഴും അങ്ങനെയാണ്. അപ്പം ആ ബേബിയെ ജസ്റ്റ് ഒരു ഇതിലാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ട് 2-3 ചെറിയൊക്കെ പറഞ്ഞാലും ആയിരിക്കും. പക്ഷെ നമ്മളങ്ങനെ എല്ലാവരും അതിൽ കൂടെ കളിച്ചു നടന്നോട്ടെ എന്ന് വിചാരിക്കും. എന്നിട്ട് പിന്നെ സിനിമ കഴിയുമ്പോൾ പിന്നെ അവർ ഐസ്ക്രീമൊക്കെ കഴിക്കും. പിന്നെ എല്ലാവരും നല്ല മൂഡിലായിരിക്കും. പിന്നെ പീറ്റർ വിചാരിക്കും അവരുടെ ഒരു ഭയങ്കര ലക്കി ഫാമിലിയാണ്, പിന്നെ ഹാപ്പി ഫാമിലിയാണ്. പിന്നെ അവൻ ഇങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് ഓ എന്നൊക്കെ കേൾപ്പിക്കും. അവൻ അങ്ങനെയാണ്, അവൻ ഒട്ടും മാനസില്ല. അവൻ ലോക്കൽ സ്കൂളിലാണ് പഠിക്കണതുകൊണ്ട് വിചാരിക്കേണ്ട, ലോക്കൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചാണ് അവൻ. അതുകൊണ്ടാണ് അവൻ അങ്ങനെ ഒരു മെഡിക്കൽ സ്കൂളിൽ തൊട്ടടുത്തുള്ള സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചാണ്. പിന്നെ നിങ്ങൾ ലൈക്ക്, ഷെയർ, കമൻ്റ് എല്ലാം ചെയ്യാൻ മറക്കരുത്. ഇനി ഞങ്ങൾ പുതിയൊരു വീഡിയോയുമായിട്ട് എത്തും. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.